ഡേ 4 ഓഫ് മൈസൂർ സീരീസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു മൈസൂരിൽ, പക്ഷേ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ റൂം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മൈസൂർ തന്നെ സ്റ്റേ ചെയ്ത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് പോവുകയാണ്. ബാംഗ്ലൂരിലോട്ട് ട്രെയിനിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു, ഒട്ടിക്കത്തെ സ്മെല്ലായിരുന്നു. ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്മെല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറേ ബംഗാളികൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബംഗാളികളിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു ആ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. എല്ലാവരും എമർജൻസി എക്സിറ്റ് കൂടെയൊക്കെയാണ് കയറിയത് ട്രെയിനിലോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ മെട്രോ വഴി കയറി പോവാന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലോട്ടാണ് ആദ്യം പോയത്. ഇവർ മറ്റേ ഒരു പേപ്പറിന് പകരം സ്കാൻ ചെയ്യാൻ പേപ്പറിന് പകരം അവർ കോയിനാണ് തരുന്നത്. അപ്പോൾ ആ കോയിനാണ് നമ്മൾ അതിനകത്തോട്ട് സ്കാൻ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ കോയിൻ ആ ഒരു സംഭവത്തിലോട്ട് ഇടണം. അങ്ങനത്തെ കുഞ്ഞൊക്കെ സ്യൂട്ട് കേസും പിടിച്ചിട്ട് സ്റ്റെയർ ഇറങ്ങി വരുവാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഊബർ ഒന്നും വിളിക്കാൻ നിന്നില്ല. അടുത്ത് കിടന്ന ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ പോവുമായിരുന്നു. അയാൾ 200 രൂപയാണ് കോർമംഗല വരെ പോകാൻ വേണ്ടി പറഞ്ഞത്. കോർമംഗലയാണ് ഞങ്ങളുടെ സ്റ്റേ. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ഓട്ടോ വരുന്നതിൽ ഞങ്ങൾ 5 പേരും കൂടെ കുത്തി നെരുങ്ങിയിട്ട് ബാഗും വെച്ചിട്ട് പോയി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂം. ഹോസ്റ്റലേഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അടിപൊളിയായിരുന്നു. ആ റൂമൊക്കെ അടിപൊളിയായിരുന്നു, ബെഡൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ മേഘ്ന ബിരിയാണി കഴിക്കാൻ വേണ്ടിയായിരുന്നു പോയത്. അതും അടിപൊളി ബിരിയാണിയായിരുന്നു കഴിച്ചത്. ഞങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ഒരു ബിരിയാണി പോലെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. നല്ല മസാലയൊക്കെ ഇട്ടുള്ള ബിരിയാണിയൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതും ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ ട്രൈ ചെയ്യുന്ന ഫുഡൊക്കെ അടിപൊളിയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. നേരെ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണെങ്കിൽ ഈ പശുവൊക്കെ സിമ്പിളായിട്ട് നടന്നു പോകുന്നു. അങ്ങനെ ട്രാഫിക്കിൽ കിടന്നപ്പോഴത്തേക്കും ശരണ്യടുത്ത് ആരൊക്കെ വന്ന് ചോദിക്കുന്നു പൈസയൊക്കെ. ശരണ്യാണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കണായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കയറിയപ്പോൾ തന്നെ 2 ബ്രേസ്ലെറ്റ് മേടിച്ച്. അടിപൊളിയായിരുന്നു. കയറുമ്പോൾ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് കഴിച്ച്. നല്ല എന്താണ് ആ ഒരു സ്ട്രീറ്റ് ഫുള്ള് കടകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ കടയിലും കയറി ഇറങ്ങുമായിരുന്നു. ഒരു കട പോലും വിടാണ്ടാണ് ഞങ്ങൾ കയറി ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 10-11 മണിയൊക്കെ ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഊബർ കിട്ടിയില്ല ഞങ്ങൾക്ക്. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഊബർ കിട്ടിയത്. ഊബറൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ ഹോസ്റ്റലേഴ്സിൽ അങ്ങോട്ട് പോയി, ഞങ്ങളുടെ സ്റ്റേയുടെ അങ്ങോട്ട് പോയി. കുറച്ച് നേരം പിടിച്ച്, കുറച്ച് സമയം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കോർമംഗലയിൽ നിന്ന് ഞങ്ങളുടെ സ്റ്റേയിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടൊക്കെ. എന്നിട്ട് ഞങ്ങളുടെ സ്റ്റേയിലോട്ട് എത്തി ഉടനെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. കാരണം ഉച്ചയ്ക്കാണ് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചില്ല. ഇടയ്ക്ക് ഒരു സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോളൂ. ഒരു 2 മണിയൊക്കെ ആയി പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഡേ 5 വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരും. അതുവരെ ഓക്കെ, ബൈ.